ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്. അങ്ങനെ നമ്മൾ തിങ്കളാഴ്ചത്തെ പ്രൊമോയില് കാണിച്ച പോലെ തന്നെയാണ് സംഭവിക്കാൻ പോണത്. അങ്ങനെ അശ്വിൻ സംസാരശേഷി കിട്ടിയിട്ട്, അതായത് ആ ഒരു കഷായം കുടിക്കണത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചല്ലോ. അങ്ങനെ കഷായം കുടിച്ചിട്ട് ഒരു അരമണിക്കൂറിന് മുമ്പ് തന്നെ അശ്വിന്റെ സംസാരം തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇത് വല്ലാത്ത അത്ഭുതം തന്നെയാണല്ലോ. ശ്രുതിയുടെ അമ്മായിയുടെ ആ ഒരു ഇത് കഷായം എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ സംസാരിച്ച് തിരിച്ചു കിട്ടി, കൊള്ളാം, അടിപൊളി എന്നൊക്കെ അശ്വിൻ ഇങ്ങനെ വിചാരിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് വരുവാണ്. അശ്വിൻ സർ, നിങ്ങക്ക് സംസാരം തിരിച്ചു കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ വേഗം എന്ന് ഇവളൊന്ന് പറ്റിച്ചേക്കാം എന്നിങ്ങനെ വിചാരിക്കണം, കുറച്ചുകൂടി ടെൻഷൻ അടിക്കട്ടെ എന്ന് അശ്വിൻ വിചാരിക്കുന്നുണ്ട്. അശ്വിൻ വീണ്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കാം കേട്ടോ. ശ്രുതി പറയണ്ട, അയ്യോ ഇപ്പോഴും സംസാരിച്ച് ശരിയായില്ലേ ഈശ്വര, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? അമ്മായിയുടെ ആ ഒരു കഷായം എല്ലാവർക്കും ശരിയാവുന്നതാണല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ ശരിയാവുന്നത്? നിങ്ങൾ ശരിക്കും സാധാരണ ഒരു മനുഷ്യനല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഇനി ഒരു വഴിയുള്ളത് ഡോക്ടർ പറഞ്ഞ പോലെ ഈ റൂമിൽ ഒരു പൊടി പോലും പാടില്ല, ആ രീതിയിൽ വേണം ക്ലീൻ ആക്കാൻ. ഞാൻ ഇപ്പൊ തന്നെ വരാവേ എന്ന് പറഞ്ഞിട്ട് ബക്കറ്റും വെള്ളവും ഒക്കെ ആയിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുവാണ്. അതിനുശേഷം തുണിയൊക്കെ എടുത്ത് ഭയങ്കര തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ടിവിയും അതുപോലെ തന്നെ അവിടെ സാധനങ്ങളും എല്ലാം തുടക്കുന്നുണ്ട്. ശ്രുതിക്ക് മതിയാവുന്നുണ്ട് കേട്ടോ, എന്നാലും ശ്രുതി തന്നെയാണ് എല്ലാം തുടച്ച് വൃത്തിയാക്കണത്. ശേഷം അശ്വിനോട് ചോദിക്കണ്ടേ, ഇപ്പൊ സംസാരിച്ച ശേഷം വന്നോ? ഇല്ല, വന്നില്ല എന്ന് അശ്വിനി അടഞ്ഞ സൗണ്ടിൽ പറയണം. ഈശ്വരൻ, ഞാനിപ്പോ ഇനി എന്താ ചെയ്യാ? ഇനിയിപ്പോ ഒരിക്കലും ആ സംസാരശേഷി കിട്ടാതിരിക്കോ? അങ്ങനെയെങ്കിൽ എനിക്ക് വല്ലാത്ത കുറ്റബോധം ആവുമല്ലോ. ഇനിയിപ്പോ എന്താ ഒരു വഴി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. ആ സമയത്ത് ശ്യാമും അഞ്ജലിയും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ശ്യാം പതുക്കെ വീണ്ടും അശ്വിന്റെ റൂമിലേക്ക് കയറുവാണ് ആ ഒരു ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട്. അശ്വിനാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബാൽക്കണിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവും. അപ്പൊ ശ്യാം അശ്വിനെ കാണില്ല, അശ്വിനിയുടെ ബാൽക്കണി നിൽക്കണ കാണും. തിരിച്ചു പെട്ടെന്നൊന്നും കയറി വരില്ല എന്നുള്ള വിശ്വാസത്തിൽ ശ്യാം എന്താ ചെയ്ത് പതുക്കെ അശ്വിന്റെ റൂമിലേക്ക് പോകുവാണ്. എന്നിട്ട് ആ കബോർഡ് തുറക്കുമ്പോൾ അതിൽ ഫയൽ ഇരിക്കണ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അശ്വിനെ കാണാതെ ശ്യാം ആ ഫയൽ എടുക്കാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പ്രീതി അശ്വിന്റെ റൂമിലേക്ക് വരുവാണ്. അയ്യോ, ഇവളെന്താ ഇവിടാന്ന് പറഞ്ഞിട്ട് വേഗം ശ്യാം അവിടെ കർട്ടന്റെ ഇടയിൽ പോയി ഒളിക്കുക കേട്ടോ. അങ്ങനെ പ്രീതി പറയുന്നുണ്ട്, അശ്വിൻ എന്ന് പറഞ്ഞിട്ട് എന്താ പ്രീതി എന്നിങ്ങനെ തൊണ്ടടന്റെ സൗണ്ടിൽ സംസാരിക്കുമ്പോഴേക്കും, അതെ ഈ കഷായം തരാൻ വേണ്ടി പറഞ്ഞു മുത്തശ്ശി, ഇത് തരാൻ വേണ്ടി ഞാൻ വന്നതാ, തന്നോളൂ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ആ കഷായം കുടിക്കുവാണ്. ശേഷം പ്രീതി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്ന് ആക്ഷൻ വഴി കാണിക്കുകയാണ് അശ്വിൻ. പക്ഷെ അശ്വിൻ അപ്പോഴേക്കും സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും സംസാരിച്ച് കിട്ടില്ലെന്നും പറഞ്ഞിട്ട് അശ്വിൻ അങ്ങനെ നിൽക്കുവാണ്. അതിനുശേഷം പെട്ടെന്ന് അശ്വിൻ ഒന്ന് തിരിയുമ്പോഴേക്കും ആരോ ഒരു കത്തിയായിട്ട് പുറകെ വന്ന് നിൽക്കുവാണ്. ഇതാരാ ഇത് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതിയാണ് കേട്ടോ. നീ എന്തീ കാണിക്കണമെന്ന് പറയുമ്പോ, അതെ നിങ്ങളെ ജീവിച്ചിരിക്കണ്ട, നിങ്ങളെ എന്നെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ ഒരു അർഹതയില്ല, ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവാ. നിങ്ങളെ കൊന്നിട്ട് എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നാലും ഒരു പ്രശ്നവുമില്ല, നോക്കിക്കോ, ഞാൻ നിങ്ങളെ കൊല്ലും. നീ എന്ത് പ്രാന്തി കാണിക്കണത്, മാറ് മാറ് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ഒച്ചയെടുക്കാണ്. ദേ നിങ്ങക്ക് സംസാരം വന്നല്ലോ മുത്തശ്ശി, ദേ നോക്ക് നോക്ക്. അങ്ങനെ മോഹനങ്ങൾ മനോരമാറ്റി നോക്ക്, സംസാരം തിരിച്ചു കിട്ടി, കണ്ടോ ഈ പ്രയോഗം കൊണ്ടിട്ട് സംസാരശേഷി തിരിച്ചു കിട്ടിയില്ലേ? ശ്രുതിയുടെ ബുദ്ധി അപാരം തന്നെ എന്ന് മുത്തശ്ശി പറയാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, കഷായൊക്കെ കുടിച്ചിട്ട് വരാത്ത സൗണ്ട് എന്തായാലും ഇവള് പേടിപ്പിച്ചപ്പോ പുറത്തേക്ക് വന്നല്ലോ എന്നൊക്കെ പറയാണ്. അല്ല ശ്രുതി, നിനക്ക് ഈ ഐഡിയ എങ്ങനെ കിട്ടി? കഴിഞ്ഞ ആഴ്ച ഞാനും ചേച്ചി കൂടി ഒരു സിനിമ കണ്ടായിരുന്നു, ആ സിനിമയെ കണ്ടതാ. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ അശ്വിനാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്, ചിരിയും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സെലിബ്രേഷന്റെ ദിവസമാണ്. സെലിബ്രേഷൻ സമയത്ത് എല്ലാവരും നല്ല അടിപൊളി വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വരുവാണ്, കാരണം സമ്മാനം ഉണ്ട് കേട്ടോ. അങ്ങനെ ആകാശം പ്രീതിയാണ് ഫസ്റ്റ് ആ ഒരു പെർഫോമൻസ് ചെയ്യണത്. അവര് സിനിമയുടെ ഡയലോഗൊക്കെ ചെയ്യണം, എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. അതിനുശേഷം മനോരമയും പ്രീതിയും കൂടി വരുന്നുണ്ട്. അവര് കണ്ണനും രാധയായിട്ടാണ് അഭിനയിക്കുന്നത്. ശേഷം നമ്മുടെ പ്രീതിയുടെ കയ്യിൽ നിന്ന് ആ പാൽക്കുടം വീണ് നിലത്ത് വീണ് പൊട്ടുന്നുണ്ട് കേട്ടോ. കൂന്ന് പറഞ്ഞിട്ട് എല്ലാവരും സ്റ്റേജിൽ നിന്ന് കൂവി വിളിക്കുകയാണ്. മനോരമ പറയണ്ട, നീ എന്നെ കളിയാക്കാൻ വേണ്ടി ചെയ്തതാണല്ലേ, നിന്നെ കാണിച്ചു തരട്ടെ, നീ വീട്ടിലേക്ക് വാടി കീറസാരിക്കട്ടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് മനോരമ അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷം ശ്രുതിയുടെ പേര് വിളിക്കുകയാണ്. ശ്രുതി അശ്വിനായിട്ട് അടുത്ത പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ശ്രുതി നോക്കുമ്പോഴേക്കും അശ്വിനെ കാണുന്നില്ല. അവർ വീണ്ടും വീണ്ടും വിളിക്കുകയാണ്, ശ്രുതി അശ്വിൻ സ്റ്റേജിലേക്ക് വരേണ്ടതാണ് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി സ്റ്റേജിലേക്ക് പോകും കേട്ടോ. പക്ഷെ അശ്വിനെ കാണുന്നില്ല. ഈശ്വരൻ, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവിടത്തെ ആ പുള്ളിക്കാരത്ത് ചോദിക്കേണ്ടല്ല, എവിടെ ഹസ്ബൻഡ്, എവിടെ ഹസ്ബൻഡ് ഇപ്പൊ വരും എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി ആണെങ്കിൽ എന്തായാലും അശ്വിൻ സാറ് വരട്ടെ, അപ്പോഴേക്കും അഭിനയിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അഭിനയം തുടങ്ങാണ്. ഞാനിവിടെ അഭിനയിക്കാൻ പോണത് ഒരു പെണ്ണും ഒരു ചെക്കനും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പെണ്ണും ചെക്കനും ഉണ്ടായിരുന്നു. അവരുടെ സ്നേഹം കണ്ടിൽ നടിക്കാതെ ചെക്കന്റെ വീട്ടുകാരെ ചെക്കനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കുകയാണ്. അപ്പൊ അതിൽ മനം നൊന്ത പെണ്ണ് ആത്മഹത്യ ചെയ്യണ ഒരു ഭാഗമാണ് ആ ഒരു ഡ്രാമയായിട്ട് ശ്രുതി ചെയ്യണത്. അപ്പൊ അങ്ങനത്തെ ശ്രുതി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ശ്രുതിനെ മനസ്സിലെ പ്രണയമൊക്കെ തുറന്നു പറഞ്ഞു, ഞാൻ അവനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവന്റെ വിവാഹമാണെന്ന്, എന്തിനാ ഞാൻ ജീവിച്ചിരിക്കണത്, അവനില്ലാത്ത ഈ ജീവിതം എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ആ ഒരു ജിലേബിയുടെ കഷ്ണം കഴിക്കുകയാണ്. അതിൽ വിഷമുണ്ട് കേട്ടോ. അങ്ങനെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്,
അതെ കുഞ്ഞ നീ വേഗം സ്റ്റേജിൽ കയറി, അയ്യോ എനിക്ക് മുത്തശ്ശിനിക്ക് ഡയലോഗൊന്നും അറിയില്ല, അത് കുഴപ്പമില്ല, നിന്റെ മനസ്സിൽ തോന്നുന്ന പോലെ നീ വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ വരുന്നുണ്ട്. പ്രിയതമേ എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ എന്റെ നെഞ്ചിരിപ്പ് വല്ലാതെ കൂടുന്നു, അതെന്തുകൊണ്ടാ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയണ്ട, അതായത് അവർ തന്നെ അവരെ സംസാരം ആട്ടോ സംസാരിക്കണത്. അശ്വിൻ പറയണ്ട്, അത് എനിക്കും അങ്ങനെ തന്നെയാണ്, കാരണം ഞാനും നീയും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ജീവനോടുള്ളപ്പോ നിന്റെ കണ്ണു നിറയാൻ ഞാൻ സമ്മതിക്കില്ല, നീയാണ് എന്റെ ലോകം, നീയാണ് എന്റെ ഉലകം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ ചേർത്ത് പിടിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതി കുഴഞ്ഞു വീഴുവാണ്. അയ്യോ അയ്യോ മീരെ എന്നെ വിട്ട് പോവല്ലേ എന്ന് പറഞ്ഞ അശ്വിൻ കരയാണ്. പിന്നീടാണ് അശ്വിനെ മനസ്സിലാവുന്നത് മീര എന്ന് പറഞ്ഞ ക്യാരക്ടർ കേട്ടോ. അപ്പൊ മീര ജിലേബി കഴിച്ചിട്ടാണ് മരിച്ചതെന്ന് മനസ്സിലാവാണ്. അപ്പൊ അശ്വിൻ പറഞ്ഞിട്ട് നീ ഇല്ലാത്ത ലോകത്ത് എന്തിനാ മീര ഞാൻ ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് അശ്വിനും ആ ജിലേബി കഴിച്ച് അശ്വിനും മരിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം കുറച്ചേരം അനങ്ങാതെ അങ്ങനെ കിടക്കുക കേട്ടോ. ശ്രുതിയുടെ കണ്ണിന്ന് കുടുകുടാ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അശ്വിനും കണ്ണ് നിറയാണ്. അങ്ങനെ അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവരും പൊട്ടിക്കരയുന്നുണ്ട്. എഴുന്നേറ്റ് നിന്നിട്ട് കൈ അടിക്കുവാട്ടോ. അങ്ങനെ ആ പെർഫോമൻസിൽ ശ്രുതിയും അശ്വിനാണ് സ്കോർ ചെയ്യണത്. അതിനുശേഷം കുറെ നേരം ശ്രുതി അശ്വിനും ഒരു സ്വപ്നലോകത്താണ് കേട്ടോ. കാരണം അവർ പരസ്പരം പ്രണയം പറഞ്ഞത് കൊണ്ടിട്ട് അവർക്ക് ആ ഒരു ചമ്മലുണ്ട്. പിന്നെ മാത്രമല്ല എന്തൊക്കെ പറഞ്ഞാൽ തന്നെ പ്രണയം തുറന്നു പറഞ്ഞല്ലോ, അതിനൊരു അവസരം കിട്ടിയല്ലോ എന്ന് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. ശ്രുതി മനസ്സിൽ വിചാരിക്കേണ്ടേ എന്തൊക്കെ വന്നാലും അശ്വിൻ സാറിനോട് എനിക്കുള്ള വികാരം എനിക്ക് ഇതിലൂടെ തുറന്നു പറയാൻ പറ്റിയല്ലോ. ഇനി അദ്ദേഹത്തിന്റെ കണ്ണിൽ ഞാൻ കണ്ടത് പ്രണയം തന്നെയായിരുന്നു, ഇനി അദ്ദേഹവും പറഞ്ഞതെല്ലാം എന്നോട് പറയാൻ വെച്ച ബാക്കിയാണോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ വിചാരിക്കുകയാണ്. അശ്വിന്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ്, ശരിക്കും ശ്രുതിയുടെ അടുത്ത് ശ്രുതിക്ക് തന്നോട് പ്രണയമുണ്ട്. പക്ഷെ പിന്നെ എന്താ ഞാൻ അന്ന് കണ്ട കാഴ്ച, അതെന്താണ്? ഷ്യാമായിട്ടുള്ള കാഴ്ച അതിന്റെ തോന്നലാണോ, അതോ ശ്യാമിന്റെ ഡ്രാമയായിരുന്നോ അതിനെ എന്നൊക്കെ ആലോചിക്കുകയാണ്. അങ്ങനെ അശ്വിൻ ആ രാത്രി ഫുൾ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ഇനി ഷ്യാമിന്റെ ഡ്രാമ തന്നെയായിരിക്കും അത്, ഇതിനെക്കുറിച്ച് ശ്രുതിയുടെ അടുത്ത് തുറന്ന് ചോദിച്ചാലോ? അവരുടെ അടുത്ത് ചോദിക്കണേ നല്ലത്, എന്തിനെ തെറ്റിദ്ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണത് എന്ന് അശ്വിൻ വിചാരിക്കുകയാണ്. അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കാന്ന് വിചാരിക്കും കേട്ടോ. അതായത് ഷ്യാമായിട്ട് എന്താണ് അന്ന് ആ ഒരു സമയത്ത്, അതായത് അവിടെ ആകാശിന്റെ പ്രീതിയുടെ വിവാഹത്തിന്റെ തലേ ദിവസം അന്ന് നിങ്ങൾ ആ ടെറസിന്റെ മുകളിൽ നിന്നിട്ട് സംസാരിച്ച് എന്തുകൊണ്ടിട്ടാണ് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി അശ്വിൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പക്ഷേ ശ്രുതിയുടെ അടുത്ത് വരുമ്പോഴേക്കും അശ്വിന് വീണ്ടും ആ ഒരു എന്താ പറയണത്, ആ ഒരു ഉള്ളിലുള്ള ആ ഒരു സ്വഭാവം പുറത്തേക്ക് വരുവാണ്. കാരണം വെറുതെ പൊട്ടിത്തെറിക്കുക അങ്ങനെ ചോദിക്കാൻ വന്ന കാര്യം ചോദിക്കില്ല. അങ്ങനെ ശ്രുതി അശ്വിനും ഒരുപാട് അടുക്കുന്ന ഒരു ഭാഗമായിട്ട് ഇത് ശരിക്കും പറഞ്ഞാല് ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ ശ്രുതിയും അശ്വിനും ശരിക്കും ഒന്നാവുന്നുണ്ട്. പിന്നെ അവർ തമ്മിൽ അങ്ങനെ തെറ്റിദ്ധാരണയൊന്നും ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഇല്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ അശ്വിൻ ആ കാര്യങ്ങളൊക്കെ ഏറെ കുറെയൊക്കെ മറക്കുന്നില്ലേ ശ്രുതിയുടെ ആ സ്നേഹം കാണുമ്പോൾ. അത് മാത്രമല്ല അശ്വിൻ മനസ്സിലാക്കുന്നുണ്ട് ഷ്യാമിന്റെ ഡ്രാമ തന്നെയാണ് അത്, ശ്രുതി തെറ്റുകാരിയല്ലെന്ന് അശ്വിൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അശ്വിൻ പിന്നെ അത് ചോദിക്കേണ്ടെന്ന് വിചാരിക്കണം. എന്തിനാ ചോദിക്കണത്? എനിക്ക് ഉറപ്പുണ്ട് ശ്രുതി തെറ്റ് ചെയ്യില്ല, അവളുടെ ഉള്ളിലൊരു തെറ്റില്ല, അവൾ സ്നേഹിച്ചത് എന്നെയാണ്, അവളുടെ മനസ്സിൽ ഇങ്ങനെ കള്ളമില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവളുടെ എന്ന് ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അശ്വിൻ പിന്നീട് ആ കാര്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ശ്രുതി പറയും, വേറെ ആരോടത്തല്ല, നമ്മുടെ എനിക്കയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. എനിക്കടുത്ത് ഈ സത്യങ്ങളൊക്കെ ശ്രുതി പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.